ഹായ്, അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നവംബർ 14. ഇന്നത്തെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ശിശുദിനമാണ്. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എല്ലാ വർഷവും നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂളിൽ, ഞങ്ങളുടെ JV സ്കൂളിൽ എന്തൊക്കെ പരിപാടികളാണ് ഇന്നത്തെ ദിവസം നമ്മൾ ആചരിച്ചത്, എന്തൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് അവിടെ കണ്ടക്ട് ചെയ്തു, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണാം. കുഞ്ഞുങ്ങളും പൂക്കളും മൃദുലവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. ജവഹർലാൽ നെഹ്റു ഈ വാക്കുകൾ മൂലം കുട്ടികളുടെ പ്രാധാന്യം എടുത്തു കാണിച്ചിരിക്കുന്നു. Today is Jawaharlal Nehru's birthday, so that I'm gonna wish you Happy Children's Day to all. നമ്മുടെ സ്കൂളിൽ ഇന്ന് ചാച്ചാജിയുടെ വേഷം ധരിച്ചത് ഫർഹാൻ അക്ബർ എന്ന് പറയുന്ന മിടുക്കനായ ഒരു മോനാണ്. അപ്പോൾ അവനാണ് നമ്മൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആശംസ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് നവംബർ 14. നെഞ്ചിൽ ചെമ്പനീർ പൂവും ചുണ്ടിൽ നിറപ്പുഞ്ചിരിയും എന്നും സൂക്ഷിച്ചിരുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം. കുട്ടികളെ തൻ്റെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പ്രിയപ്പെട്ട ചാച്ചാജിയുടെ പിറന്നാൾ ഓരോ വർഷവും ശിശുദിനമായി നമ്മൾ ആചരിച്ചു വരികയാണ്. നാളെയുടെ വെളിച്ചവും പ്രതീക്ഷകളുമായ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആദ്യമേ ശിശുദിനാശംസകൾ നേരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഉന്നമനത്തെക്കുറിച്ചും നിരന്തരം വാചാലനായിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്കിടയിലായിരിക്കാനും അവരോടൊപ്പം സമയം ചിലവഴിക്കാനും സദാ ശ്രദ്ധിച്ചിരുന്നു. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന വലിയ ദൗത്യമായിരുന്നു പ്രധാനമന്ത്രി പദത്തിലെത്തിയ നെഹ്റു നിറവേറ്റിയത്. വിദ്യാഭ്യാസത്തിൻ്റെയും ശാസ്ത്രീയ ചിന്താഗതിയുടെയും പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം അനേകം പ്രാഥമിക ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൻ്റെ കാലയളവിൽ പണികഴിപ്പിച്ചു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നാണ് നെഹ്റു അറിയപ്പെടുന്നത്. എയിംസ്, IIT, IIM, NIT തുടങ്ങിയവ നെഹ്റുവിൻ്റെ കാലത്തെ വികസനങ്ങളിൽ ചിലതാണ്. 1964 വരെ ഐക്യരാഷ്ട്രസഭ നിശ്ചയിച്ചിരുന്ന പ്രകാരം നവംബർ 20 ശിശുദിനമായി ആചരിച്ചിരുന്നത്. എന്നാൽ കുട്ടികളുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനും ഉന്നമനത്തിനുമായി നെഹ്റു നൽകിയ സംഭാവനകൾ പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ശിശുദിനമായി ആചരിക്കാൻ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ചാച്ചാജി ഉദ്ദേശിച്ചിരുന്നത് കേവലം എഴുത്തും വായനയും പാഠപുസ്തക പഠനവും മാത്രമായിരുന്നില്ല. മറിച്ച് ചിന്തിക്കാനും ചോദ്യം ചോദിക്കാനും സ്വപ്നം കാണാനുമുള്ള കഴിവ് കൂടിയാണ്. ആർക്കും അപഹരിക്കാനാകാത്ത സമ്പത്ത് നമ്മൾ സ്വന്തമാക്കുന്ന അറിവുകൾ മാത്രമാണ്. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ വ്യക്തികളെയും അതുവഴി രാജ്യത്തെ തന്നെയും നവീകരിക്കാൻ കഴിയുമെന്ന് നെഹ്റു വിശ്വസിച്ചു. കുട്ടികളെ നേരായ രീതിയിൽ വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളർച്ചയുടെ കാലഘട്ടത്തിൽ മാതാപിതാക്കളും അധ്യാപകരും അടങ്ങുന്ന ചുറ്റുപാടുമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചാച്ചാജി സംസാരിക്കുമായിരുന്നു. വളർന്നു വലുതായി വ്യത്യസ്ത മേഖലകളിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ തയ്യാറെടുക്കുമ്പോഴും അനുകമ്പയുടെയും ദയയുടെയും ധൈര്യത്തിൻ്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും സദാ സത്യസന്ധനായിരിക്കാനും അദ്ദേഹം കുട്ടികളെ ഉപദേശിച്ചു. മറ്റൊരു ശിശുദിനം കൂടി കടന്നു വന്നിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ പ്രിയപ്പെട്ട ചാച്ചാജി പകർന്നു തന്ന പാഠങ്ങളും അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകളും നമുക്ക് സ്മരിക്കാം. ഓരോ കുട്ടിക്കും സുരക്ഷയും വിദ്യാഭ്യാസവും വളരാനുള്ള നല്ല ജീവിത ചുറ്റുപാടുകളും ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാവട്ടെ നമ്മുടെ ഈ ശിശുദിനാഘോഷം. പിന്നെ നമ്മുടെ സ്കൂളിൽ എന്ത് സ്പെഷ്യൽ ഡേ ആയിക്കോട്ടെ, ആ ഒരു ദിവസത്തെ ഫുഡ് എപ്പോഴും സ്പെഷ്യലാക്കാൻ
നമ്മുടെ മിഡ് ഡേ മീൽസിൻ്റെ ചാർജിലുള്ള അധ്യാപകൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അത് വളരെ രുചികരമായ രീതിയിൽ എങ്ങനെയാണോ തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ വളരെ രുചികരമായി ഉണ്ടാക്കിത്തരാൻ സദാ സന്നദ്ധരായിരിക്കുന്ന കുക്കുമാരുമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ ബിരിയാണി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അവസാന മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കുക. ഇനി ദമ്മിടുന്ന ഒരു പണി മാത്രമേ ബാക്കിയുള്ളൂ. വളരെ നേരത്തെ തന്നെ നമ്മുടെ കുക്കുമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരതൊക്കെയും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴാണോ ഇനി കുട്ടികൾ ഇത് കഴിക്കാൻ റെഡിയായി വരുന്നത് ആ ഒരു സമയമാകുമ്പോഴേക്കും ഒക്കെയും അവർ ആ ഒരു സമയത്തിനുള്ളിൽ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സലാഡിൻ്റെ പ്രിപ്പറേഷൻസാണ് ഇപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മുടെ സമയമാകുമ്പോഴേക്ക് എപ്പോഴാണോ കഴിക്കുന്നത് ആ സമയമാകുമ്പോഴേക്ക് റെഡിയാകും. അപ്പോൾ ഇതൊക്കെയായിരുന്നു കിച്ചണിലെ വിശേഷങ്ങൾ. Happy World Happy Children's Day. Every kid is a miracle and each has their own special way of marking their lives more wonderful. പിന്നെ കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിച്ചു. നമ്മുടെ കൊച്ചു ചാച്ചാജി ശ്രീ ഫർഹാൻ അക്ബർ ദേശീയ പതാക ഉയർത്തിക്കൊണ്ട് നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. ഇനി വേദിയിലെ കാര്യപരിപാടികളിലേക്ക്. Other dignitaries on the dais, honorable teachers, parents, and all my dear fellow students. A very good morning to one and all. Today, our chief guest of the day, Chachaji, Master Farhan Akhtar, to deliver his inaugural address. Special, and each of you has unique talents. I often think that children are the real strength of a country. I believe that every child should have the chance to learn, play, and grow. And I wanted this opportunity to reach every corner of India, including this beautiful Lakshadweep. I encourage you to all dream big, work hard, enjoy learning every day. To our teachers and beloved parents, thank you for your love. കുട്ടി തന്റെ കൈ കൊണ്ട് ചാച്ചാജിയുടെ പോക്കറ്റിൽ അത് മനോഹരമായിട്ട് തുന്നി ചേർത്ത് കൊടുത്തു. അന്ന് മുതൽക്കാണ് ചാച്ചാജി തന്റെ കോട്ടിന്റെ ഇടതുവശത്ത് of India. Nehruji loved children very much. Children also call him Chacha Nehru. It is because ഇനി ഇന്നത്തെ മനോഹരമായ കലാപരിപാടികളാണ് വേദിയിൽ അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ പരിപാടികളൊക്കെയും ഒന്ന് ആസ്വദിച്ചാലോ. Happy
കുട്ടികളുടെ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പാരൻസും അതേപോലെ നാട്ടുകാരും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾ അവതരിപ്പിച്ച പരിപാടികളൊക്കെയും തന്നെ വളരെയധികം മനോഹരമായിരുന്നു. അതിൽ തന്നെ ഏറ്റവും മനോഹരമായി എന്നെനിക്ക് തോന്നിയത്, അതേപോലെ തന്നെ ഒരുപാട് പേര് അതിനെക്കുറിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെയും പറഞ്ഞ
झटका जरा सा महसूस हुआ एक लाइफ की गाड़ी ने कस के मारा ब्रेक ஏற்பாடு தரமான சம்பவங்களை இனிமேல் பார்க்கணும். സാമൂഹികവും സാമ്പത്തികവുമായ സംരക്ഷണവും പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജലം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങളും നിഷേധിക്കപ്പെടുന്ന അനേകം കുട്ടികൾ ഇന്നും നമ്മുടെ രാജ്യത്തുണ്ട് എന്നത് സങ്കടകരമായ വസ്തുതയാണ്. ഈ സാഹചര്യത്തിന് മാറ്റമുണ്ടാക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇത്തരം കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ ശിശുദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. കുട്ടികളോടുള്ള ചാച്ചാജിയുടെ അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം നാം ഇന്നും ശിശുദിനമായി ആചരിക്കുന്നത്. കുട്ടികളെപ്പറ്റി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എല്ലാ കാലത്തും പ്രസക്തമാണ്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത്. നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക. രാജ്യത്തെ മുഴുവൻ കുട്ടികൾക്കും സുരക്ഷയും വിദ്യാഭ്യാസവും നല്ല ചുറ്റുപാടുകളും ഉറപ്പുവരുത്തേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓരോ ശിശുദിനവും.
ഓരോ ശിശുദിനാഘോഷവും സംഘടിപ്പിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ കുട്ടികളുടെ പ്രാധാന്യം എടുത്തു പറയുവാൻ വേണ്ടി തന്നെയാണ്. കുട്ടികൾ രാജ്യത്തിൻ്റെ വിലപ്പെട്ട സമ്പത്തും ഭാവിയും നാളെയുടെ പ്രതീക്ഷയുമാണ്. അതിനാൽ അവർക്ക് ശരിയായ പരിചരണവും സ്നേഹവും ലഭിക്കണം. ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ വികസിപ്പിക്കുകയും ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെയും പ്രയോഗത്തിൻ്റെയും ശക്തമായ പിന്തുണക്കാരനായിരുന്നു അദ്ദേഹം. പൗരത്വം രാജ്യസേവനത്തിലാണെന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അജ്ഞത എപ്പോഴും മാറ്റത്തെ ഭയപ്പെടുന്നു. നമ്മുടെ ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും മറക്കുമ്പോൾ മാത്രമേ നമുക്ക് പരാജയം ഉണ്ടാകൂ എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, ഗ്രന്ഥകർത്താവ്, രാഷ്ട്രീയ തത്വചിന്തകൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആയിരക്കണക്കിന് വിദ്യാലയങ്ങൾ നിർമ്മിച്ചു. കുട്ടികൾക്കായുള്ള പോഷകാഹാരക്കുറവ് നികത്തുന്നതിനായി ഭക്ഷണവും പാലും സൗജന്യമായി നൽകുന്ന ഒരു പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടക്കമിട്ടിട്ടുണ്ട്. അദ്ദേഹം കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകി. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകം കുട്ടികൾക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളുടെ സമാഹാരമാണ്. കുട്ടികളാണ് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തിയും സമൂഹത്തിൻ്റെ അടിത്തറയും എന്നായിരുന്നു നെഹ്റുവിൻ്റെ അഭിപ്രായം. കുട്ടികൾക്ക് കരുതലും സ്നേഹവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യവും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ശിശുദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു നല്ല നാളേക്കായി നമ്മുടെ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുമെന്നും അവർക്ക് സുരക്ഷിതത്വം ഒരുക്കുമെന്നും ഇന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കുട്ടികളുടെ അവകാശങ്ങൾ, പരിചരണം, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഇന്ത്യയിൽ കുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത്. ചാച്ചാജിയുടെ സ്വപ്നം പോലെ ഭാവി ഇന്ത്യയെ രൂപപ്പെടുത്തുന്ന നല്ല പൗരന്മാരായി വളരാനും രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കാനും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആവട്ടെ. അതിന് അവരെ പ്രാപ്തരാക്കുന്ന നല്ല അധ്യാപകരാവാൻ നമുക്കും സാധിക്കട്ടെ. അതിരില്ലാത്ത സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങൾക്കായി പ്രയത്നിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവട്ടെ. നമ്മുടെ കുട്ടികളെ ഭാവിയുടെ നല്ല വാഗ്ദാനങ്ങളായി വളർത്തിയെടുക്കേണ്ടത് മാതാപിതാക്കളും അധ്യാപകരുമടങ്ങുന്ന നമ്മൾ പൊതു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ദിനത്തിൽ. അങ്ങനെ ഉച്ചയായി, കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയം. നമ്മുടെ പരിപാടികളൊക്കെയും തന്നെ അവിടെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇന്നത്തെ ദിവസം അവരുടെ ആഘോഷങ്ങളൊക്കെയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകേണ്ട സമയമായി. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞു മനസ്സിൽ നന്മയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കാം. കുട്ടികളുടെ ശക്തിയാണ് ഇന്ത്യയുടെ ഭാവി എന്ന നെഹ്റുവിൻ്റെ വിശ്വാസം. അത് പൂവണിയട്ടെ. പ്രഭാതപുഷ്പത്തിൻ്റെ നൈർമല്യത്തേക്കാൾ മനോഹരമാണ് പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി. വീണ്ടും ഒരു നിമിഷത്തേക്ക് കുട്ടിക്കാലം തിരിച്ചു കിട്ടിയാൽ കാണാതായ കളിപ്പാട്ടം തിരികെ കിട്ടിയ കുട്ടിയാവണം. ഒരിക്കൽ കൂടി എല്ലാം മറന്ന് ചിരിക്കണം ഹൃദയം കൊണ്ട്. തിരിച്ചു കിട്ടാത്ത ആ ബാല്യം മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേർന്നുകൊണ്ട്. ഓർക്കുക, എല്ലാ മഹത്തായ നേട്ടങ്ങളും ഒരു സ്വപ്നത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കഠിനാധ്വാനവും അർപ്പണബോധവും കൊണ്ട് ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാവും. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ചിരിക്കുക, കളിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ പഠിക്കുക. ഓർക്കുക, നിങ്ങൾ ഒരു പ്രത്യേക വ്യക്തിയാണ്. നിങ്ങളുടെ ഭാവി അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്.
അപ്പോൾ നമ്മുടെ സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും. Happy Children's Day. Happy Children's Day.